അങ്ങനെ ഭാരതം കനത്ത തിരിച്ചടി തന്നെ. അതിൻ്റെ 14-ാമത്തെ ദിവസം തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി കണക്കെന്നോണം ഭാരതം ശക്തമായി തിരിച്ച് അടിച്ചിരിക്കുകയാണ്. അതായത് പഹൽഗാമിൽ അവിടെ 26ഓളം സാധാരണക്കാരായ തീർത്ഥാടകരെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നതിന് കൃത്യമായ മറുപടി ഭാരതം നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം കനത്ത തിരിച്ചടി തന്നെ നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര വലിയ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. സൈനിക കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കാതെ കൃത്യമായി പാകിസ്ഥാനിൽ അവരുടെ അറിവോടുകൂടി പ്രവർത്തിക്കുന്ന 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭാരതത്തിൻ്റെ കനത്ത സൈനിക മുന്നേറ്റം. അങ്ങനെ വേണ്ടേ ഇതിനെ കാണാൻ ഗൗതം? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയോ സാധാരണക്കാരെ വധിക്കുകയോ ചെയ്യാതെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെയാണ് വിനോദെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് ഭാരതം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രത്യാക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെയും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സുകൾ ആക്രമിച്ചിരിക്കുന്നു. അവരുടെ ആസ്ഥാനത്തിന് നേരെ നമ്മുടെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ. അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനവുമുണ്ട് മുരിഡക്ക്. ഈ 2 സ്ഥലങ്ങളും ഈ 2 ഭീകര കേന്ദ്രങ്ങളുടെ ആസ്ഥാനങ്ങളാണ്. ഇവിടേക്കാണ് ഭാരതത്തിൻ്റെ മിസൈൽ വർഷം നടന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ 2 ഭീകര സംഘടനകളാണ് നമ്മുടെ രാജ്യത്തിന് നേരെ തുടർച്ചയായി നിഴൽ യുദ്ധം നടത്തിയത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അനേകം ഭീകര സംഘടനകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭീകരവാദ സംഘടനകളാണെങ്കിലും ഏതാണ്ട് 15ഓളം വിദേശ ഫണ്ടിംഗ് ലഭിക്കുന്ന ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ UN-ന്റെ ഉൾപ്പെടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ് ഭാരതത്തിനെതിരെ, അതായത് ഇന്ത്യക്കെതിരെ തുടർച്ചയായി യുദ്ധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന 2 ഇസ്ലാമിക ഭീകര സംഘടനകൾ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ്. ലഷ്കർ ഇ തോയ്ബ ഏതാണ്ട് 1987 മുതൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ്. ഹാഫിസ് സയ്യിദാണ് അതിൻ്റെ സ്ഥാപകൻ. ഈ ഭീകരൻ തന്നെയാണ് ഇപ്പോഴും ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിൽ ഏതാണ്ട് 2000-ന് ശേഷമാണ് അത് ആക്റ്റീവ് ആകുന്നത്. അതിന് മുൻപ് തന്നെ മസൂദ് അസർ വിവിധ ഭീകരാക്രമണങ്ങൾ ഹൽക്കത്തൂർ എന്ന സംഘടനയുടെ പേരിൽ നടത്തിയിരുന്നു. പിന്നീട് ആ സംഘടന പൂർണ്ണമായി തന്നെ ബാൻ ചെയ്തുകൊണ്ട് അതിനെതിരെ കടുത്ത നടപടി ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ചെയ്തപ്പോൾ പിന്നീട് മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ പേരിൽ പിന്നീട് തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്തി. ഈ 2 സംഘടനകളാണ് 2000-ലെ അമർനാഥ് തീർത്ഥാടകരെ കൂട്ടക്കുരുതി ചെയ്തതാണെങ്കിലും 2001-ൽ ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് ആക്രമിച്ചതാണെങ്കിലും ചെങ്കോട്ട ആക്രമണമാണെങ്കിലും 2008-ലെ മുംബൈ ഭീകരാക്രമണം, 2016-ലെ ഉറി ഭീകരാക്രമണം, 2019-ലെ പുൽവാമ ഭീകരാക്രമണം, അങ്ങനെ തുടർച്ചയായി ഭാരതത്തിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന, ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന 2 ഇസ്ലാമിക ഭീകര സംഘടനകളാണ് ഈ ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയും. അവരുടെ ഈ 2 ഭീകര സംഘടനകളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ബഹവൽപൂർ അതോടൊപ്പം തന്നെ മുരിഡക്ക്, ഇത് 2ഉം ഈ ജെയ്ഷയുടെയും ലഷ്കറിൻ്റെയും ആസ്ഥാനമായി അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള ഈ ലോഞ്ചിങ് പാഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭീകരവാദികൾ തുടർച്ചയായ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഭാരതത്തിന് നേരെയുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയിരുന്നത്, രാഷ്ട്രവിരുദ്ധമായ പദ്ധതികളുടെ പ്രധാനപ്പെട്ട തയ്യാറെടുപ്പുകൾ നടന്നിരുന്നത് ഈ പറയുന്ന ഈ കേന്ദ്രങ്ങളിലാണ്. ഈ പറയുന്ന മുസഫർബാദും അതോടൊപ്പം തന്നെ ബഹവൽപൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുരിഡക്ക്, കോട്ടലി തുടങ്ങിയ സ്ഥലങ്ങൾ, ഇതെല്ലാം പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലാണിപ്പോൾ ഭാരത സൈന്യത്തിൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും 100 കണക്കിന് ഭീകരർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ പാകിസ്ഥാൻ കണക്കുകൾ തീർച്ചയായിട്ടും പുറത്തുവിടാറില്ല. നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഒരു ശൈലി. ഇനിയും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ചെറിയ കണക്കുകളായിരിക്കും പാകിസ്ഥാൻ പറയുക. പക്ഷേ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ തോത് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ ലഭ്യമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 9 കേന്ദ്രങ്ങളിൽ തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ നടന്നു.
ഇത് പാകിസ്ഥാൻ മീഡിയ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത ആക്രമണം ഭാരത സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഡോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു. വിവിധ പാകിസ്ഥാൻ മാധ്യമങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കണം. അതിനകത്തെല്ലാം തീർച്ചയായിട്ടും വലിയ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആൾനാശം ഉണ്ടായിട്ടുണ്ട്. അത് ഭീകര കേന്ദ്രങ്ങളാണ്, ജനവാസ കേന്ദ്രങ്ങളല്ല. അതിനാൽ തന്നെ പാകിസ്ഥാന് ക്ലെയിം ചെയ്യേണ്ടതായ കാര്യങ്ങളില്ല എന്ന സന്ദേശം തന്നെ ഭാരതം ഈ ഘട്ടത്തിൽ നൽകുകയാണ്. പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളോ അവരുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അല്ല ആക്രമണം, മറിച്ച് ഭാരതത്തിന്റെ ഭൂപ്രദേശമായ POJKയിൽ വർഷങ്ങളായി ഇവർ നടത്തുന്ന ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭാരതത്തിന്റെ മിസൈലുകൾ അവിടേക്ക് പതിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ലഭ്യമാകുന്ന മറ്റൊരു വിവരമുണ്ട്. അതായത് അവിടെ ഷെല്ലാക്രമണം നടക്കുന്നു. ഒപ്പം ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ ഈ അവിടേക്ക് കടന്നു ചെന്നുള്ള ആക്രമണം നടത്തി എന്നത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. അതായത് ഒരു എയർ സ്ട്രൈക്ക് കൂടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ആ എയർ സ്ട്രൈക്ക് ആണ് കൃത്യമായി തന്നെ നടന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ വ്യോമ മേഖല കടന്നുകൊണ്ട് ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ അവിടേക്ക് എത്തുകയും വലിയ തോതിലുള്ള മിസൈൽ വർഷം നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിനോദ്, തീർച്ചയായും നമ്മൾക്കറിയാം, കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അങ്ങനെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു വെടിക്കെട്ട് കാത്തിരുന്ന ദിനം പുലർച്ചെയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പൂരത്തിൻ്റെ വെടിക്കെട്ട്. പക്ഷേ ഭാരതം കനത്ത പാകിസ്ഥാനെതിരെയാണ് വലിയ വെടിക്കെട്ട് നടത്തിയിട്ടുള്ളത്. കാരണം കനത്ത തിരിച്ചടി തന്നെ നൽകിയിരിക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ സൈനിക മുന്നേറ്റം, അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ഭാരതത്തിന് ഒരു സിന്ദൂര പുലരിയാണ് ഇന്ന് വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ കാത്തിരുന്ന ഓരോ ഭാരതീയനും, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഭാരതത്തിലുള്ള ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിച്ചിരുന്നതാണ് വലിയ തിരിച്ചടി. അപ്പോൾ ഒരു സിന്ദൂര പുലരി തന്നെ സമ്മാനിച്ചുകൊണ്ട് സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന വളരെ കൃത്യമായ നിരീക്ഷണത്തോടെ, കൃത്യമായി അവരുടെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച്, ജനവാസ കേന്ദ്രങ്ങളോ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ ഒന്നും ലക്ഷ്യം വെക്കാതെ എന്താണോ അവർ നടത്തിയ പ്രവർത്തനം, അതിൻ്റെ സ്ഥിരാകേന്ദ്രം എവിടെയായിരുന്നു അങ്ങോട്ടേക്ക് തന്നെയാണ് ഭാരതത്തിൻ്റെ വലിയ ഓപ്പറേഷൻ സിന്ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഈ അക്രമം ഭാരതത്തെ സംബന്ധിച്ച് ഒരു സിന്ദൂര പുലരിയായി മാറുന്നു എന്നുകൂടി നമുക്ക് പറയാമല്ലോ ഗൗതം. തീർച്ചയായിട്ടും വിനോദ്, അത് തന്നെയാണ്. അതായത് ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഏപ്രിൽ 22-ന് ഉച്ചതിരിഞ്ഞ് ഈ 26 സാധാരണക്കാരായ ആളുകളെ, വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുമ്പോൾ, അത് മതം ചോദിച്ചും അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കലിമ ചൊല്ലാനും ഒക്കെ പറഞ്ഞ് ഇത്തരം ഒരു ദാരുണമായ സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ ഭാരതത്തിലെ മുഴുവൻ സമൂഹത്തിനും പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകണമെന്ന വികാരം ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഭാരതത്തിലെ പൊതുസമൂഹത്തിനിടയിൽ അത് മത രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഇല്ലാതെ തന്നെ തിരിച്ചടിക്കണം എന്ന ഒറ്റ വികാരത്തിലേക്ക് ഭാരതം എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം, ഈ അർദ്ധരാത്രിയിൽ പോലും നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സമയത്ത് രാവിലെ 3:48 ഈ സമയം. ഈ സമയത്ത് പോലും ഈ തിരിച്ചടിയുടെ വാർത്തകൾ തീ പോലെ നമ്മുടെ രാജ്യത്തെല്ലായിടത്തും പടർന്നിരിക്കുകയാണ്. നവമാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ ഈ ഒരു സ്ട്രൈക്കിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാരതത്തിലെ മുഴുവൻ സമൂഹവും ഇറങ്ങിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും പ്രകടനം ഉൾപ്പെടെ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഭാരതത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ഈ ഒരു തിരിച്ചടിക്ക്, ഈ ആസന്നമായ തിരിച്ചടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമുക്കറിയാം, അതിന് കൃത്യമായ സമയവും കാലവും അനുസരിച്ചാണ് ഭാരതത്തിന്റെ തിരിച്ചടി അല്ലെങ്കിൽ സൈനിക നീക്കം എന്ന് പറയുന്നത് നമ്മൾ അത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ അതിൽ പാളിച്ചകൾ ഉണ്ടാകാം. അതിനാൽ തന്നെ അത് പ്ലാൻ ചെയ്ത് ഒരു തരത്തിലുമുള്ള ഒരു പാളിച്ചയും ഇല്ലാതെ അത് വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ഭാരതം ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർ സ്ട്രൈക്ക് കൂടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ്. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന ചില ഇൻപുട്ട് എന്നത് ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തി ഭേദിച്ചുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അക്കാര്യം ഇപ്പോൾ നമ്മുടെ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല, ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല, ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയവും നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകാശമാർഗമുള്ള തിരിച്ചടി കൂടി നമ്മുടെ സൈന്യം ഇപ്പോൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടത്തി എന്നതാണ് വിനോദ്.
തീർച്ചയായും ആകാശമാർഗം കൂടി നമ്മൾ പാകിസ്ഥാനെതിരായ സൈനിക നീക്കം കടുപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കരസേനയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ, ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ, അതും 9ഓളം കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടുള്ള വലിയ സൈനിക മുന്നേറ്റം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യോമ മേഖലയിലും ഭാരതം സജ്ജമായിട്ടുണ്ട്. വ്യോമ അതിർത്തിയിൽ പോലും അതിർത്തി കടന്നുകൊണ്ട് ഭാരതം അത്തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയിരിക്കുന്നു. അങ്ങനെ കര, വ്യോമ, നാവിക മേഖലകളിലെല്ലാം ഭാരതം സജ്ജമായി നിന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ ഓപ്പറേഷൻ തന്നെ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പകച്ചു കഴിഞ്ഞിട്ടുണ്ട്, വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ. അവരുടെ പ്രധാനപ്പെട്ട ഭാരതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന വിമാനത്താവളങ്ങളെല്ലാം അവർ അടച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ ഗൗതം. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വിറച്ചു നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ അവർ പ്രകടമായി പറയാൻ തയ്യാറുമല്ല. അവർ ശക്തമായി തിരിച്ചടിക്കും എന്ന് അവർ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ചും ഭാരത പാകിസ്ഥാൻ അതിർത്തിയിൽ അവർ പ്രകോപനം തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഭാരതം മുൻകൂട്ടി തന്നെ അറിഞ്ഞുകൊണ്ടുള്ള സൈനിക വിന്യാസം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്ന ഈ ആക്രമണത്തെ ചെറുക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ, അവിടുത്തെ ജനങ്ങളുടെ മനോധൈര്യം പിടിച്ചു നിർത്താൻ ഒക്കെ ഒരു നേരിയ തോതിലെങ്കിലും അവരുടെ ഒരു പ്രത്യാക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഗൗതം. വിനോദേ, ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ള മറ്റൊരു അപ്ഡേറ്റ്, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ചില പ്രകോപനങ്ങൾ ആകാശമാർഗം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ വ്യോമസേന, അതായത് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള ശ്രമം പലതവണ ഈ രാത്രിയിൽ നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ മറ്റൊരു അപ്ഡേഷൻ കൂടി നമുക്ക് പ്രേക്ഷകരുമായി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ട്. അത് ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ അതിനെ വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അതായത് ഭാരതം ഈ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷം പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ഭേദിക്കാനുള്ള ശ്രമം ആകാശമാർഗം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഒരു ആകാശമാർഗമുള്ള ഒരു പ്രകോപനത്തിന് പാകിസ്ഥാൻ മുതിരുന്നു എന്നത് തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് കാര്യങ്ങൾ കുറച്ച് ഗൗരവതരമായ രീതിയിലേക്ക് പോകുകയാണ്. പാകിസ്ഥാൻ ഇവിടേക്ക് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, ഇത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് ആക്രമണം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നു. ഭാരതത്തിന്റെ വ്യോമ അതിർത്തി കടക്കുവാനായുള്ള ശ്രമം പാകിസ്ഥാന്റെ വ്യോമസേന പലതവണ നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരം പ്രകോപനം ഉണ്ടായിരിക്കുന്നു. എന്നാൽ വിജയകരമായി തന്നെ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് ഇന്ത്യ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പാകിസ്ഥാനിലേക്ക് ഭാരതം പ്രത്യാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ തീർച്ചയായും അവിടുന്ന് ഇങ്ങോട്ടൊരു ആക്രമണത്തിനുള്ള സാധ്യത ഇന്ത്യൻ സൈന്യം നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള മൂവ്മെന്റുകളൊക്കെ ഇതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഉള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ കരമാർഗമുള്ള പാകിസ്ഥാന്റെ ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, വ്യോമമാർഗം ഉൾപ്പെടെ അല്ലെങ്കിൽ നാവിക മാർഗത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്താനുള്ള, ഇങ്ങോട്ട് അടിക്കാനുള്ള സാധ്യതകളെ കൂടി പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയതിന് ശേഷമാണ് ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഭാരതത്തിന്റെ സൈന്യം ഇപ്പോൾ പ്രത്യാക്രമണം നടത്തിയത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ആകാശമാർഗം പ്രകോപനം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ഈ രാത്രിയിൽ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ നിയന്ത്രണ രേഖ ഭേദിച്ചുകൊണ്ട് ആകാശമാർഗം ഇന്ത്യൻ അതിർത്തി ഭേദിക്കുവാനുള്ള, ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാനുള്ള ശ്രമമുണ്ടായി. എന്നാൽ അതിനെ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ കൃത്യമായിട്ട് തന്നെ അതിർത്തിയിൽ അതിനെ തടസ്സപ്പെടുത്തി. അതിനാലാണ് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നത്. അതേസമയം കരമാർഗം പാകിസ്ഥാൻ
വലിയ പ്രകോപനം തുടരുകയാണ്. പാക് റേഞ്ചേഴ്സ് പല സ്ഥലങ്ങളിലും നിയന്ത്രണ രേഖയിൽ ഉൾപ്പെടെ ഇപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തിയിരിക്കുന്നു. ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. കനത്ത പ്രഹരം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും കനത്ത തിരിച്ചടി നൽകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘനം കഴിഞ്ഞ 13 ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ പാകിസ്ഥാൻ നടത്തുകയും അതിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഒരു ഭാരതത്തിന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം തുടർച്ചയായി പാകിസ്ഥാൻ ഇപ്പോൾ ഷെല്ലാക്രമണം നടത്തുകയാണ്. പൂഞ്ചിലും കൃഷ്ണഗാഡി സെക്ടറിലുമാണ് ഈ ഘട്ടത്തിൽ മേഥൻ സെക്ടറിലുമാണ് ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടന്നിരിക്കുന്നത്. അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ ഇവർ ഷെല്ലാക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനുള്ള കനത്ത മറുപടി ഭാരത സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എന്തായാലും വ്യോമമാർഗം ഇവിടേക്ക് കടന്നു കയറാനുള്ള പാക് പോർവിമാനങ്ങളുടെ നീക്കത്തെ ഭാരതത്തിന്റെ വായുസേന പൂർണ്ണമായി തന്നെ തടഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് ഒരു എയർ സ്ട്രൈക്ക് നടത്താനാകും ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ശ്രമിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം ഭാരതത്തിന്റെ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതേസമയം കരമാർഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകോപനത്തിന് അതേ രീതിയിലുള്ള തിരിച്ചടി ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ്. ഏതായാലും പാകിസ്ഥാന്റെ നിർണായകമായ ചില യോഗങ്ങൾ ഇന്നവിടെ നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള അപ്ഡേഷൻ കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിനകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി, അതായത് അവരുടെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ്. നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിന് സമാനമായ അവരുടെ കമ്മിറ്റിയാണ്. അവരുടെ പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ. ഇന്ന് രാവിലെ 10 മണിക്ക് ഇസ്ലാമാബാദിൽ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി യോഗം ചേരാൻ ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഭാരതം നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രത്യാക്രമണം സംബന്ധിച്ച് തന്നെയാകും ഇത് ഇവരുടെ ചർച്ചകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിലവിൽ നമുക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്നത് ഭാരതത്തിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടക്കുവാൻ പാകിസ്ഥാൻ പോർവിമാനങ്ങൾ ഈ പുലർച്ചെ ശ്രമിച്ചു. ഇവിടേക്കൊരു സ്ട്രൈക്ക് നടത്തുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനെ കൃത്യമായിട്ട് തന്നെ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ പ്രതിരോധിച്ചിരിക്കുകയാണ്. കരമാർഗം ഇപ്പോൾ പ്രകോപനം പാകിസ്ഥാൻ തുടരുകയാണ്. പൂഞ്ചിലും മേഥനി സെക്ടറിലും കൃഷ്ണഗാഡിയിലുമെല്ലാം പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയും തുടർച്ചയായി അവരുടെ കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ സൈനിക പോസ്റ്റുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതത്തിന്റെ സൈന്യം കനത്ത തിരിച്ചടി കരമാർഗം ഇപ്പോൾ നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. വിനോദ്, തീർച്ചയായും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം തന്നെ ഇന്ത്യ പാക് അതിർത്തി മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 14 ദിവസം മുമ്പ് അവിടെ ജമ്മു കാശ്മീരിൽ അവർ കൃത്യമായി നിസ്സഹായരായ തീർത്ഥാടകരെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന അവരുടെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി 14-ാം ദിവസം നമുക്ക് നൽകാൻ കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലാണ് പുലർച്ചെ ഭാരതത്തിൻ്റെ കരസേന കൃത്യമായി തിരിച്ചടി നൽകിയത്. 9ഓളം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വലിയ പ്രത്യാക്രമണം തന്നെ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവരുടെ 9ഓളം ഭീകര കേന്ദ്രങ്ങൾ തച്ച് തകർക്കാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സമയത്ത് തന്നെ നാവിക മേഖലയിൽ ഒരു പ്രത്യാക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട ഭാരതത്തിൻ്റെ നാവിക സേന അവിടെ കൃത്യമായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു വിമാനം പോലും ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള കൃത്യമായ പ്രത്യാക്രമണവും അല്ലെങ്കിൽ കൃത്യമായ ചെറുത്തുനിൽപ്പും ഭാരതത്തിൻ്റെ നാവികസേനയ്ക്ക് നൽകാൻ കഴിഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ തിരിച്ചടി ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്ക് വന്നതുമില്ല. പക്ഷേ അതിർത്തി മേഖലയിൽ കരസേനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കരസേന അതിർത്തി മേഖലയിൽ അവരുടെ ഷെല്ലാക്രമണം തുടരുന്നുണ്ട്. ഭാരതം അതിനെ കൃത്യമായി തിരിച്ചടിക്കുന്നുമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ വിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ സൈനിക കാര്യങ്ങൾ ആലോചിക്കാൻ അവരുടെ ഉന്നതാധികാര സമിതി, പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള അവരുടെ പ്രധാനപ്പെട്ട സമിതി ഇന്ന് രാവിലെ അവർ പ്രത്യേക യോഗം ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും തകരുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ സാഹചര്യം എത്തിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പഹൽഗാമിൽ 26 നിസ്സഹായരായ തീർത്ഥാടകരെ മതം ചോദിച്ച വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഭാരതം പാകിസ്ഥാൻ എതിരെയുള്ള എല്ലാവിധ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള സൈനിക നടപടികൾ പോലും നമ്മൾ മുന്നോട്ട് നീക്കിയത്. അതിൻ്റെ ഭാഗമായി അങ്ങോട്ടേക്കുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ, അവർക്ക് വെള്ളം നൽകുന്ന കാലങ്ങളായി വെള്ളം നൽകിക്കൊണ്ടിരുന്ന ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു നയം നമ്മൾ ഉപേക്ഷിക്കുന്നു. അവർക്ക് വെള്ളം നൽകിക്കൊണ്ടിരുന്ന ആ തീരുമാനം പിൻവലിക്കുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള
കായിക രംഗത്തുണ്ടായിരുന്ന മത്സരങ്ങൾ ഒഴിവാക്കുന്നു. പാകിസ്ഥാൻ്റെ വെബ്സൈറ്റുകൾ സമ്പൂർണ്ണമായി നിരോധിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ ഒരു ശത്രുരാജ്യമായി തന്നെ വരച്ചു കാട്ടാൻ, ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടാൻ ഭാരതം ശ്രമിക്കുന്നു. UN സുരക്ഷാ സമിതിയിൽ പോലും ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിനെതിരെ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് കൃത്യമായി ഭാരതം അത് മുന്നോട്ട് വെക്കുന്നു. അത് കൃത്യമായി അത് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. പരസ്യമായി ലോകരാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലുള്ള കൃത്യമായ തിരിച്ചടി ഭാരതത്തിന് നൽകാൻ കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രധാനപ്പെട്ട അവരുടെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ ഗൗതം. അപ്പോൾ പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ തന്നെ അവർ വളരെ സാമ്പത്തിക ഞെരുക്കം നേരിടുന്നു. ഭാരതത്തിൻ്റെ ഈ ആക്രമണത്തെ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ഈ ആക്രമണത്തെ ചെറുക്കാനുള്ള ശേഷി, സൈനിക ശേഷി ആവട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ആവട്ടെ, പാകിസ്ഥാൻ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിവുള്ളതുമാണ്. അപ്പോൾ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ ഭാരതത്തിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ സർവ്വവിധത്തോടുകൂടി അവർ ഒരുങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ടോ ഗൗതം? രൂക്ഷമായ പ്രതികരണം പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏത് രീതിയിലുള്ളൊരു മറുപടി എന്ന നിലയിൽ പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഇപ്പോൾ നമുക്ക് പറയുക അസാധ്യമാണ്. പക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം ഇത് യുദ്ധമാണ് എന്ന്, അതായത് യുദ്ധസമാനമായ രീതിയിൽ അനാവശ്യമായി ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ടായിട്ടുള്ള പ്രതികരണം. മാത്രമല്ല ശക്തമായ തിരിച്ചടി നൽകും എന്ന രീതിയിലുള്ളൊരു പ്രതികരണവും ഈ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് വലിയ മിസൈൽ ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ്. അൽ ജസീറ ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള മിസൈൽ ആക്രമണം, അതായത് യുദ്ധമല്ല, ഔദ്യോഗികമായ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യുദ്ധ കാലഘട്ടങ്ങളിൽ നടക്കുന്നതിന് സമാനമായ രീതിയിലുള്ള മിസൈൽ ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു ആക്രമണം, ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തിന് ശേഷം 1999-ലാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആ 25 വർഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്ര വലിയൊരു ആക്രമണം പാകിസ്ഥാന് നേരെ ഭാരതം നടത്തിയിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും 2019-ലെ എയർ സ്ട്രൈക്ക് ആണെങ്കിലും അത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് നടത്തിയിരുന്നത്. പക്ഷെ അതിലൊന്നും ഈ 9 സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് നടത്തിയ മിസൈൽ ആക്രമണം എന്ന് പറയുമ്പോൾ അത് യുദ്ധ കാലഘട്ടങ്ങളിൽ നടക്കുന്നതിന് സമാനമായ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ പാകിസ്ഥാൻ ഇതിനോട് എങ്ങനെയാണ് ഇനി ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാൻ പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഇനിയും ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും പാകിസ്ഥാന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഇനിയും തുടർന്നാൽ, കാരണം ഈ പ്രശ്നം തുടങ്ങി വെച്ചത് പാകിസ്ഥാനാണ്, ഒരു തരത്തിലും പ്രകോപനം ഇല്ലാതിരുന്ന അല്ലെങ്കിൽ വളരെ ശാന്തമായിരുന്ന ഒരു ഭൂമിയിൽ അനാവശ്യമായി 26 പേരെ മതം ചോദിച്ച് പാക് ഭീകരവാദികൾ കൊലപ്പെടുത്തിയതിൽ തുടങ്ങിയ ഒരു സംഘർഷമാണ്. അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ പഹൽഗാമിന് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകി കഴിഞ്ഞു. പക്ഷേ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വീണ്ടും അതിനൊരു മറുപടി എന്ന നിലയിൽ അവർ പ്രകോപനം വീണ്ടും തുടർന്നാൽ അത് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ യുദ്ധം എന്ന നിലയിലേക്കുള്ള ഒരു അന്തരീക്ഷത്തിലേക്കോ കാര്യങ്ങളെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ ഇതിനോട് രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഭാരതം യുദ്ധത്തിന് ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രതിരോധ മന്ത്രിയും അവരുടെ ഉപപ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരതം അനാവശ്യമായ പ്രകോപനമാണ് സൃഷ്ടിച്ചതെന്നും ഇതിന് കനത്ത മറുപടി നൽകുമെന്നും പാകിസ്ഥാന്റെ പരമാധികാരത്തെയാണ് ഇന്ത്യ വെല്ലുവിളിച്ചത് തുടങ്ങിയ പ്രതികരണമാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായി കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ കരസേനാ മേധാവി ജനറൽ അസീം മുനീറാണ്. കാരണം അസീം മുനീർ അടുത്തിടെ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ അസീം മുനീറിന്റെ മെന്റാലിറ്റി തന്നെ, അതായത് ഒരു മുഹമ്മദ് അലി ജിന്നയുടെ 1947-ലെ നമ്മുടെ രാജ്യത്തെ വിഭജിച്ച മുഹമ്മദ് അലി ജിന്നയുടെ 2 നേഷൻ തിയറിയെ കൃത്യമായിട്ട് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അസീം മുനീർ അടുത്ത കാലത്ത് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ അസീം
മുനീർ കൃത്യമായിട്ട് തന്നെ ഭാരതത്തിനെതിരെ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം എന്ന ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതായത് ഭാരതത്തിലേത് ഹിന്ദുക്കളുടേതായ ഒരു രാഷ്ട്രമാണെന്നും ആ ഹിന്ദു സമൂഹവുമായി ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും മുസ്ലിങ്ങളുടേതും ഹിന്ദുക്കളുടേതും കൾച്ചറും വിശ്വാസവും എല്ലാം വ്യത്യസ്തമാണെന്നും നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്നുമൊക്കെ ഉള്ളൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് പഹൽഗാമിലെ ഭീകരാക്രമണം നടന്നത് എന്നത് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതായത് പ്രകോപനം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ജിഹാദി മെന്റാലിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു കരസേനാ മേധാവിയാണ്, സൈനിക മേധാവിയാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്. ജനറൽ അസീം മുനീറിന്റെ പ്രസംഗങ്ങളും ഇദ്ദേഹത്തിന്റെ ശൈലികളുമെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതം കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ച് വരികയായിരുന്നു. എന്തായാലും ആ രീതിയിൽ ഉള്ള ഒരു പ്രകോപനപരമായ പ്രസംഗത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പിന്നീട് പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരവാദികൾ 26 നിഷ്കളങ്കരായ ആളുകളെ കൊലപ്പെടുത്തി. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. കാരണം ടു നേഷൻ തിയറി എന്നത് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വയ്ക്കുന്നതാണ്. മുസ്ലിം ലീഗ് ഒരു കാലത്ത് മുന്നോട്ട് വെച്ച ഈ രാഷ്ട്ര വിഭജനത്തിന്റെ ആശയമാണ് പിന്നീട് 1947 ഭാരതം എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടായിട്ട് തന്നെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കേണ്ട ഒരു ഗതികേടുണ്ടായത്. അതേ കാര്യങ്ങൾ ഈ 2025 പാകിസ്ഥാനിലെ പട്ടാള മേധാവി പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ചില ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതുപോലെ ജിഹാദി കമാൻഡർ എന്ന രീതിയിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ജിഹാദി പാകിസ്ഥാനി ആർമി ചീഫ് എന്ന നിലയിലൊക്കെയുള്ള കവറുകൾ പല ഇന്ത്യൻ മാധ്യമങ്ങൾ ഇറക്കിയത് നമ്മൾ കണ്ടിരുന്നു. തീർച്ചയായിട്ടും അത് അടിവരയിടുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ കൃത്യമായി ആസൂത്രണം ചെയ്തു, അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നത് തന്നെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഭാരതം നടത്തിയ ഒരു പ്രത്യാക്രമണത്തെ വളരെ ഗൗരവമുള്ള ആക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് അൽ ജസീറയൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇത് യുദ്ധം നടക്കുന്നില്ലെങ്കിലും യുദ്ധം പോലെ തന്നെ ഭാരതം തിരിച്ചടിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളും ഇക്കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് വലിയ നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടായി എന്നാണ് ഡോൺ ഉൾപ്പെടെയുള്ള അവിടുത്തെ പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനോദ്, തീർച്ചയായും വലിയ സൈനിക മുന്നേറ്റം തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അത് കരസേനയുടെ ഭാഗത്തു നിന്നാണ്. കൃത്യമായി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിൽ പ്രവർത്തിക്കുന്ന 9 ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള വലിയ സൈനിക മുന്നേറ്റം കരസേനയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എന്നാൽ കൃത്യമായി തന്നെ വ്യോമ മേഖലയിലും ഭാരതം എല്ലാ അർത്ഥത്തിലും ഒരു യുദ്ധസമാനമായ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, പടക്കപ്പലുകൾ ഇറക്കിക്കൊണ്ട് കൃത്യമായി നാവിക മേഖലയിലും ഭാരതം സുസജ്ജമായി തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കരനാവിക വ്യോമ മേഖലകളിലെല്ലാം പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം കൃത്യമായ ഓപ്പറേഷനിലൂടെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലുള്ള വലിയ പ്രത്യാക്രമണം തന്നെ, അല്ലെങ്കിൽ ഭാരതത്തിന് നേരെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെ ആ 14 ദിവസത്തിന് ശേഷം കൃത്യമായി മുന്നൊരുക്കങ്ങളോടെ കൃത്യമായ തയ്യാറെടുപ്പോടെ പാകിസ്ഥാൻ്റെ ജനവാസ മേഖലകളെ ഒഴിവാക്കി, പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ഒക്കെ തന്നെ ഒഴിവാക്കി കൃത്യമായി ഭീകരവാദികൾ പ്രവർത്തിക്കുന്ന അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ, അവരുടെ ട്രെയിനിങ് നടക്കുന്ന കേന്ദ്രങ്ങളടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭാരതത്തിൻ്റെ കരസേന വലിയ നിലയിൽ ഷെല്ലാക്രമണം തന്നെ നടത്തിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു യുദ്ധം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും യുദ്ധസമാനമായ നിലയിലാണ് ഭാരതം തിരിച്ചടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ചെറുത്തുനിൽപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യോമ അതിർത്തിയിൽ ഭാരതത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ കൃത്യമായി നമ്മളുടെ പോർ വിമാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായി ആ പോർ വിമാനങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ്റെ സൈനിക മുന്നേറ്റം, നാവിക സൈന്യം നടത്തിയ മുന്നേറ്റത്തെ കൃത്യമായി ചെറുത്ത് തോൽപ്പിക്കാൻ, കൃത്യമായി അവരുടെ മുന്നേറ്റത്തെ തടയാൻ ഭാരതത്തിൻ്റെ നാവികസേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുണ്ട്. വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായി ഉറി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്ന ഒരു രീതിയുമുണ്ട്. പഹൽഗാമിന് ശേഷമാണ് ഇത്തരത്തിൽ അവർ കൃത്യമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സൈനിക ധാർഷ്ട്യം അവർ കാണിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ കൃത്യമായി ചേർക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിലൂടെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരു ശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ്
അവരുടെ സൈനിക മേധാവികളുമായിട്ടൊക്കെ ഇന്ന് രാവിലെ വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിനെ ചെറുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭാരതം നടത്തിയിട്ടുണ്ട്. അത് കരമേഖലയിൽ മാത്രമല്ല, വ്യോമ മേഖലയിലും അതേപോലെ തന്നെ നാവിക രംഗത്തുമെല്ലാം ഭാരതം കൃത്യമായി സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അത് കൃത്യമായി സൈന്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതൊന്നും രഹസ്യ സ്വഭാവത്തിലുള്ളതല്ല. കൃത്യമായി തന്നെ തിരിച്ചടിച്ചു, കൃത്യമായി നീതി നടപ്പാക്കി എന്ന് എക്സിൽ നിന്ന് കരസേനയുടെ ഔദ്യോഗിക കുറിപ്പ് തന്നെ വന്നിട്ടുണ്ട്. നീതിയാണ് നടപ്പാക്കിയത് എന്ന് പറയുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാരത് മാതാ കി ജയ് എന്നുള്ള കൃത്യമായ സന്ദേശം ട്വിറ്ററിൽ കുറിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ഒരു തിരിച്ചടി, അല്ലെങ്കിൽ കൃത്യമായി പഹൽഗാമിനുള്ള ഒരു തിരിച്ചടി ഭാരതം ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ഇതിനെ അപലപിക്കാൻ കഴിയില്ല. കാരണം ജനവാസ മേഖലകളിൽ ഒരാക്രമണവും നടത്തിയില്ല, പാകിസ്ഥാൻ്റെ സൈനികരെ കൊലപ്പെടുത്തിയില്ല. നടത്തിയത് പാക് അധിനിവേശ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ, 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ, ഭീകരവാദികളുടെ 9 കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭാരതം തിരിച്ചടി നൽകിയിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം താമസിയാതെ തന്നെ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഗൗതം. സ്വാഭാവികമായി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, റഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഭാരതത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് റഷ്യ പറഞ്ഞതാണ്. പക്ഷേ ചൈന മാത്രമാണ്, ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയമായി നിൽക്കുന്ന ചൈന മാത്രമാണ് പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സമീപനം കൈക്കൊണ്ടത്. അമേരിക്കയാവട്ടെ, ജപ്പാനാവട്ടെ, അല്ലെങ്കിൽ റഷ്യ ആവട്ടെ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം തന്നെ കൃത്യമായി ഭാരതത്തിന് പിന്തുണ നൽകുന്ന നിലപാട് തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചൈനയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിലൂടെ ചൈന ഇക്കാര്യത്തിൽ പാകിസ്ഥാനുമായി ഏത് തരത്തിലാണ് സഹകരണം നടത്താൻ പോകുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ ഗൗതം? വിനോദ, ഈ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മളുമായി സഹകരിക്കുന്ന നമ്മുടെ രാജ്യങ്ങളെല്ലാം ഈ പ്രത്യാക്രമണം സംബന്ധിച്ച് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. US, അതോടൊപ്പം തന്നെ റഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ ഭാരതവുമായി മികച്ച നയതന്ത്ര ബന്ധമുള്ള രാഷ്ട്രങ്ങളെയെല്ലാം നമ്മൾ ഇത്തരം ഒരു സ്ട്രൈക്ക് പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളിലേക്ക് നടത്തി എന്ന കാര്യം ഇപ്പോൾ അറിയിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ പിന്തുണ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഭാരതം തേടിയിരുന്നു, ഭാരതത്തിന് ലഭിച്ചിരുന്നു. കാരണം ഭീകരവാദത്തിനെതിരെ ഏറ്റവും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഭാരതം എന്നത് ലോകരാജ്യങ്ങൾക്കറിയാം. ലോക രാഷ്ട്രതലവന്മാർ ഒത്തുകൂടുന്ന ഉച്ചകോടികളിലെല്ലാം ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കണമെന്ന സന്ദേശം നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഭാരതത്തിൻ്റേത്. അതിനാൽ തന്നെ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്നത് ലോകരാജ്യങ്ങൾക്കറിയാം. അതിനാൽ പഹൽഗാമിന് കനത്ത പ്രഹരം നൽകണം എന്നത് ലോകരാജ്യങ്ങൾ തന്നെ ഭാരതത്തോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനാൽ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പിന്തുണ ഇക്കാര്യത്തിൽ തീർച്ചയായും ഇന്ത്യക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചില പ്രകോപനം തുടരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ നേരത്തെയും പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അതിപ്പോഴും അവസാനിക്കുന്നില്ല. പലതവണയായി പാകിസ്ഥാന്റെ ചില വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കുവാൻ ശ്രമിച്ചു. അതിനെ വളരെ മികച്ച രീതിയിൽ തന്നെ ഭാരതത്തിന്റെ വ്യോമാതിർത്തിയിൽ ഇന്ത്യയുടെ പോർവിമാനങ്ങൾ തടസ്സപ്പെടുത്തി എന്ന കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഈ ഷെല്ലാക്രമണം സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് വിവിധ സെക്ടറുകളിൽ നടക്കുന്നതാണ്. അതിന് കനത്ത പ്രഹരം ഭാരത സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. കാരണം ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും ഭാരതത്തിൻ്റെ സൈന്യത്തിലും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിലും അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. പഹൽഗാമിന് തിരിച്ചടി നൽകും എന്നത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരമായിരുന്നു. എന്തായാലും അത് യാഥാർത്ഥ്യമാക്കുവാൻ, ജനങ്ങളുടെ സ്വപ്നം സഫലീകരിക്കുവാൻ ഭാരതത്തിൻ്റെ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാണ്ട് 4 യുദ്ധങ്ങൾ നമ്മൾ പാകിസ്ഥാനുമായി നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഇതാദ്യത്തെ ഒരു സംഭവമല്ല. 1947 രാഷ്ട്ര വിഭജനത്തിന് ശേഷം ആദ്യ യുദ്ധം പാകിസ്ഥാനുമായി ഉണ്ടാക്കുന്നു. അതിപ്പോൾ ഭാരതം എയർ സ്ട്രൈക്ക് ചെയ്ത POJK ഉൾപ്പെടെ അന്നത്തെ കാലത്ത് നെഹ്റു സർക്കാരിൻ്റെ കാലത്ത് ഭാരതത്തിന് നഷ്ടപ്പെടുന്നത് അന്നാണ്. പിന്നീട്
1965 വലിയ യുദ്ധം ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് 1971 ബംഗ്ലാദേശ് യുദ്ധമാണെങ്കിലും 99 അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ നടന്നിട്ടുള്ള കാർഗിൽ യുദ്ധമാണെങ്കിലും ഈ 4 യുദ്ധങ്ങളിലും ഐതിഹാസികമായ വിജയം ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പമായിരുന്നു. പാകിസ്ഥാൻ അന്ന് ഭയന്ന് വിറച്ച് മാളത്തിലൊളിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഈ 4 യുദ്ധങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ജിഹാദികളെ മുൻനിർത്തിയുള്ള യുദ്ധത്തിന് തുനിഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈ വർഷം പഹൽഗാമിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ആക്രമണം. അത് നിരപരാധികളായ ആളുകളെ ഈ വിഷയങ്ങളിലൊന്നും നേരിട്ട് ഇടപെടുകയോ ഇത്തരം സംഘർഷങ്ങളിൽ ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത നിരാലംബരായ നിരായുധരായ 26 നിഷ്കളങ്കരായ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ തുടർച്ചയായ നിഴൽയുദ്ധം നടത്തിയത്. ഇതിൻ്റെ തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും കനത്ത പ്രത്യാക്രമണം ഇപ്പോൾ പാകിസ്ഥാനിലെ ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് മുസഫറാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഈ മുസഫറാബാദ് എന്ന് പറയുന്ന സ്ഥലം പാക് അധിനിവേശ ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാന നഗരി കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പട്ടണവും ഏറ്റവും വലിയ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരവുമാണ് മുസഫറാബാദാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാന നഗരി. അവിടെയാണ് നമ്മുടെ മിസൈലുകൾ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. 9 സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നതിൽ POJKയുടെ തലസ്ഥാന നഗരിയിൽ തന്നെ മിസൈലുകൾ പതിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ജനവാസ കേന്ദ്രവും പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന POJKയുടെ തലസ്ഥാന നഗരിയുമാണ് മുസഫറാബാദ്. ഇത് കൂടാതെയാണ് ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സുകൾക്ക് നേരെയും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ 2 ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ തുടർച്ചയായി ഇന്ത്യക്കെതിരെ നിഴൽയുദ്ധം നടത്തുന്ന 2 ഭീകര സംഘടനകളാണ്. ഒന്നിൻ്റെ തലവൻ ഹാഫിസ് സെയ്ദാണ്. നമുക്കറിയാം 1987 ഈ ഹാഫിസ് സെയ്ദ് ഈ ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതിനുശേഷം തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തുകയും പാകിസ്ഥാൻ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ ഹാഫിസ് സെയ്ദാണ്. ഇയാളെ വിട്ടുകിട്ടണം എന്ന് ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടുവെങ്കിലും ലഷ്കർ ഇ തോയ്ബയുടെ തലവനെ ഭാരതത്തിന് വിട്ടു നൽകുന്നില്ല എന്നത് മാത്രമല്ല, ഇയാൾക്ക് എല്ലാവിധ സുരക്ഷയും നൽകിക്കൊണ്ട് അവിടെ പൂർണ്ണ സുരക്ഷയോടുകൂടി ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിക്കൊണ്ടുള്ള നീക്കമാണ് പാകിസ്ഥാനിൽ മാറി മാറി അധികാരത്തിലുള്ള സർക്കാരുകൾ. അത് ഇമ്രാൻഖാൻ്റെ കാലത്ത്, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ഭരിക്കുന്ന കാലത്താണെങ്കിലും, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഭരിച്ചിരുന്ന കാലത്താണെങ്കിലും, അതല്ലെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ഭരണകാലത്താണെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ശക്തികൾക്ക് പ്രത്യേകിച്ച് ഹാഫിസ് സെയ്ദിന് പരിപൂർണമായ പിന്തുണ നൽകിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷവും ഹാഫിസ് സെയ്ദിന് സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് ഭീകരവാദത്തിന് ഇപ്പോഴും കുടപിടിക്കുന്നു എന്ന കൃത്യമായ സന്ദേശം ഹാഫിസ് സെയ്ദിന് പാകിസ്ഥാൻ സൈന്യം നൽകുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം നൽകി അയാൾക്ക് ആത്മവിശ്വാസം നൽകുന്ന നീക്കമാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അങ്ങനെയുള്ള ലഷ്കർ ഇ തോയ്ബ എന്ന ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക ഭീകര സംഘടന ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയും മിസൈലുകൾ പതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പല കമാൻഡർമാരും പല ഭീകരവാദികളും ഈ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ജെയ്ഷെ മുഹമ്മദും ഈ ലഷ്കർ ഇ തോയ്ബ പോലെ തന്നെയുള്ള മറ്റൊരു ഇസ്ലാമിക മതമൗലികവാദ സംഘടനയാണ്. ഇന്ത്യ വിരുദ്ധത തന്നെയാണ് ഈ സംഘടനയുടെയും പ്രധാനപ്പെട്ട അജണ്ട. ലഷ്കറിൻ്റെ ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദിൻ്റെ ആണെങ്കിലും പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്, ജമ്മു കാശ്മീർ എന്ന ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകത്തെ പാകിസ്ഥാനിലേക്ക് ലയിപ്പിക്കുക, ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കുക, അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ് ലഷ്കറിൻ്റെയും ജെയ്ഷയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 2 ഭീകര സംഘടനകളും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അനേകം ഭീകര സംഘടനകൾ പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 12 വിദേശ ഫണ്ടുകൾ ലഭിക്കുന്ന രീതിയിലുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല 5 തരത്തിലുള്ള ഭീകരവാദം പാകിസ്ഥാനകത്ത് തന്നെയുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. എന്തായാലും ഈ ഇന്ത്യ വിരുദ്ധ സ്വഭാവം കാണിക്കുന്ന ലഷ്കറിൻ്റെയും ജെയ്ഷയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും ഇപ്പോൾ ഭാരതത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായുള്ള മിസൈലുകൾ പതിച്ചിരിക്കുന്നുവെന്ന വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഭാരതത്തിലെ 140 കോടി ജനങ്ങളെയും തേടി ഈ ഒരു അർദ്ധരാത്രിയിൽ എത്തിയത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് നേരം പുലർന്നു വരികയാണ്. പക്ഷേ ഈ രാത്രി 2 മണിയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നു. നമ്മൾ ആ ഘട്ടം മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് എത്തിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഉണർന്നിരുന്നു കൊണ്ട് ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ആദ്യം പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നടത്തി. അതിനുശേഷം കിരൺ റിജിജു ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും പ്രതിരോധ മന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം ഭാരത് മാതാ കി ജയ് എഴുതിക്കൊണ്ട് ട്വിറ്ററിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അതോടുകൂടി രാജ്യത്ത് എല്ലാവരും അർദ്ധരാത്രിയിൽ തന്നെ ഉണർന്ന് ടെലിവിഷന്റെ മുന്നിലേക്ക് എത്തുകയും ഇതിന്റെ അപ്ഡേറ്റുകൾ ഓരോ ഘട്ടത്തിലും അറിയുകയുമായിരുന്നു. അതായത് രാജ്യത്തെ ജനങ്ങൾ അത്രത്തോളം ആകാംക്ഷയിലായിരുന്നു ഈ തിരിച്ചടി സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തിന്റെ സൈന്യത്തിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ച നമ്മുടെ പൊതുസമൂഹം കൃത്യമായി തന്നെ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ച ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ അവിടെ അത്ര സുഖകരമായ അവസ്ഥയല്ല നിലവിലുള്ളത്. ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി ഭാരത സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. വ്യോമമാർഗം തിരിച്ചടി നടത്താനൊരു ശ്രമം പാകിസ്ഥാന്റെ പോർവിമാനങ്ങൾ നടത്തി. നമുക്കറിയാം അവരുടെ പക്കൽ F-16 ഒക്കെ പോലെയുള്ള വിമാനങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ J-10 പോലുള്ള ഫൈറ്റർ ജെറ്റുകൾ ചൈന പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അത്തരം അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന്റെ അതിർത്തി കടക്കുവാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഈ രാത്രിയിൽ നടത്തിയത്. പക്ഷെ അതിനെ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ കൃത്യമായി അതിനെ പ്രതിരോധിച്ചു. റഫേലും സുഖോയും അതോടൊപ്പം തന്നെ മിറാഷും ഭാരതം തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ്സും ഒക്കെ അടങ്ങുന്ന പോർ വിമാനങ്ങൾ നമുക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ 4ാമത്തെ എയർഫോഴ്സാണ് ഭാരതത്തിൻ്റെത്. ഭാരതത്തിന്റെ സൈന്യം നമുക്കറിയാം വേൾഡ് ഫയർ പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സൈന്യമാണ് ഭാരതം. 12ാം സ്ഥാനത്ത് മാത്രമാണ് പാകിസ്ഥാനുള്ളത്. അതിനാൽ സൈനിക തലത്തിൽ ഭാരതത്തെ വെല്ലുവിളിക്കുവാനോ ഭാരതത്തിന് മേലൊരു പ്രത്യാക്രമണം നടത്തുവാനോ ഉള്ള കരുത്ത് പാകിസ്ഥാന് ഒരു കാലത്തുമില്ല. അത് ചൈനയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഭാരതത്തിന് മേൽ അത്തരം പ്രകോപനം കാര്യമായി സൃഷ്ടിക്കുവാൻ കഴിയുന്ന കപ്പാസിറ്റി പാകിസ്ഥാന് ഇല്ല. എന്തായാലും കനത്ത തിരിച്ചടി ഇപ്പോൾ ഈ പഹൽഗാമിന് ഭാരതം നൽകിയിരിക്കുന്നു. 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് നമ്മുടെ മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കടമെടുത്താൽ ശത്രു പ്രതീക്ഷിക്കുന്നതിലും വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഭീകരവാദ കേന്ദ്രങ്ങൾ മണ്ണോടടിയുമെന്നാണ് പഞ്ചായത്ത് രാജ് ദിനത്തിൽ ബീഹാറിൽ സംസാരിക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ മണ്ണോടടിയുന്ന ഭീകരരെ മണ്ണോടലിച്ചു ചേർക്കുന്ന രീതിയിലുള്ള വലിയ മിസൈൽ ആക്രമണം തന്നെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഈ കാര്യത്തിൽ ഭാരതത്തിന് വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ്. ഭീകരവാദികൾക്ക് കനത്ത മറുപടി നൽകണം എന്നതായിരുന്നു അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള ലോകത്തിലെ വമ്പൻ സൈനിക ശക്തികൾ ഭാരതത്തിന് മുന്നിൽ വെച്ച നിലപാട്. അക്കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണ ലോകരാജ്യത്തിന്റെ പിന്തുണ നേരത്തെ തന്നെ ഇന്ത്യ തേടിയതാണ്. ഇപ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ US ഉൾപ്പെടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭാരതം ഈ ഘട്ടത്തിൽ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദ്, സാഹചര്യത്തിൽ പാകിസ്ഥാന് തിരിച്ചടിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് സാമ്പത്തിക പരാധീനതകൾ ഏറെയുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ വലിയ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഭാരതവുമായി കൃത്യമായി അവർക്ക് അറിയാം ഭാരതവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ നഷ്ടം ഏറെയും പാകിസ്ഥാന് തന്നെയാണ്. ദയവായി മോഹൻ വർഗീസ്, ഞങ്ങൾ ഇനിയും ബന്ധപ്പെടുന്നുണ്ട് ഈ അതിർത്തി മേഖലയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഈ സിന്ദൂര പുലരിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നു. ഗൗതം, മോഹൻ വർഗീസ് പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ തിരിച്ചടി നടത്തിയാൽ മാത്രമേ അവിടുത്തെ ഭരണ കൈമാറ്റം പോലും നടക്കുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചടിയുടെ കാലങ്ങളിലാണ്. കൃത്യമായി ഒരു യുദ്ധ രംഗത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അവിടുത്തെ രാഷ്ട്രീയപരമായ അധികാര കൈമാറ്റം പോലും നടക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം അനിവാര്യമാണ്. ജയമോ തോൽവിയോ അല്ലെങ്കിൽ അതിനുള്ള ശക്തിയുണ്ടോ സാമ്പത്തിക ശേഷിയുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ അധികാരങ്ങൾ പോലും കൈമാറ്റം നടത്തുന്നത് യുദ്ധത്തെ അളവുകോലാക്കിക്കൊണ്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭാരത സൈന്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൗതം, അങ്ങനെ തന്നെയാണ് അല്ലേ? വിനോദേ, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഭാരതത്തിന്റെ സൈന്യം നൽകിയതാണ്. കാരണം ഇതിനൊരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ധരിപ്പിച്ചിരുന്നു. അല്ലാതെ ഇതൊരു നയതന്ത്ര ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം തിരിച്ചടി നൽകാതെ പരിഹരിക്കാം എന്നൊരു നിലപാട് ഭാരതത്തിന് ഉണ്ടായിരുന്നില്ല. ആ കാര്യം
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകം തന്നെ പറഞ്ഞതാണ്. എന്തായാലും തിരിച്ചടി നൽകും എന്ന കാര്യം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഏതാണ്ട് 13 ദിവസങ്ങൾക്കിപ്പുറം പഹൽഗാമിന് കനത്ത തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം തന്നെയാണ് തീർച്ചയായും ഇനിയും ശ്രദ്ധിക്കേണ്ടത്. പാകിസ്ഥാൻ പ്രകോപനം അതിർത്തിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. വ്യോമമാർഗവും കരമാർഗവും പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായി ഈ ഘട്ടത്തിൽ ഭാരതത്തിന്റെ സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഇസ്ലാമാബാദിൽ ഒരു നിർണായകമായ യോഗം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ സുരക്ഷാകാര്യ സമിതി യോഗമാണ് ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ചേരാൻ പോകുന്നത്. ഭാരതത്തിന് തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനം പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫുമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പാകിസ്ഥാന്റെ ചില വിമാനങ്ങൾ ഭാരതത്തിന്റെ അതിർത്തി ഭേദിക്കാൻ ശ്രമിക്കുകയും ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തത്. ഒപ്പം കരമാർഗം ഷെല്ലാക്രമണം നടത്തി. പക്ഷേ ഈ ഷെല്ലാക്രമണത്തിൽ ഭാരതത്തിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 13 ദിവസവും ഈ രീതിയിലുള്ള പ്രകോപനം നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ളൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതിന് തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഭാരതവും തിരിച്ച് ഷെല്ലാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതല്ലാതെ ഭാരതത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു തരത്തിലുമുള്ള നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ കനത്ത ജാഗ്രത ഭാരതം എല്ലായിടത്തും പുലർത്തുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഇങ്ങോട്ട് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലമായി വലിയ മൂവ്മെന്റുകൾ സൈന്യം നടത്തിയിരുന്നു. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാനും ഇസ്ലാമാബാദും മുതിരുകയാണെങ്കിൽ അതിന് അതേ രീതിയിൽ തന്നെയുള്ള കനത്ത പ്രഹരം നൽകുക എന്നത് തന്നെയാണ് ഭാരതത്തിലെ സൈന്യത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനം. അതിനാൽ ഒരു തരത്തിലുമുള്ള പ്രകോപനം വെച്ച് പൊറുപ്പിക്കില്ല എന്ന സന്ദേശം നൽകുന്ന തിരിച്ചടി വീണ്ടും പാകിസ്ഥാന് നൽകുവാൻ ഭാരതത്തിന്റെ സൈന്യം സജ്ജമാണ്. ഇതുകൊണ്ട് ഇവിടെ നിർത്താൻ പാകിസ്ഥാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നം ഇവിടെ താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെട്ടേക്കാം. അതല്ല, ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ ഈ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ ഭാരതത്തിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അതൊരു യുദ്ധം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു രീതിയിലും ഒരു കോംപ്രമൈസിന് ഭാരതം ഈ വിഷയത്തിൽ തയ്യാറല്ല. ഭാരതത്തിന്റെ 26 പൗരന്മാരെ നിഷ്ഠൂരം വധിച്ച സംഭവമാണ്. അതിനാൽ അതിന് അത്രത്തോളം വലിയ തിരിച്ചടി പാകിസ്ഥാൻ അർഹിച്ചിരുന്നു എന്ന കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കും സംശയമുണ്ടായിരുന്നില്ല. പാകിസ്ഥാന് ഈ കുറ്റകൃത്യത്തിൽ പിന്തുണ നൽകിയ ഏക രാജ്യം കമ്മ്യൂണിസ്റ്റ് ചൈന മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് ചൈന ഒഴികെ ബാക്കി രാജ്യങ്ങൾ മുഴുവൻ ഭാരതത്തിനൊപ്പം അണിനിരന്നു. ഈവൻ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാന്റെ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാത്ത ഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് ചൈന മാത്രം പാകിസ്ഥാന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തി. എന്തായാലും ഭാരതം ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകുന്ന ഘട്ടത്തിൽ ഇനിയും ഏവരും ശ്രദ്ധിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതികരണമാണ്. പാകിസ്ഥാൻ വലിയ പ്രതികരണം നടത്തുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും പ്രതിരോധ മന്ത്രിയാണെങ്കിലും ഇന്ത്യക്ക് മറുപടി നൽകുമെന്നും ഇത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ അറ്റാക്ക് എന്നൊക്കെയുള്ള വലിയ വീമ്പ് പറച്ചിൽ ഇപ്പോൾ ഇസ്ലാമാബാദ് നടത്തുകയാണ്. എന്തായാലും ഈ വീമ്പ് പറച്ചിൽ എവിടെ വരെ പോകും എന്ന് തന്നെയാണ് ന്യൂഡൽഹി കാത്തിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഇന്ത്യയുടെ അതിർത്തി കടന്ന് നടത്തുകയാണെങ്കിൽ അതിന് യുദ്ധത്തിന്റെ രീതിയിൽ തന്നെയുള്ള മറുപടി നൽകുക എന്ന നിർദ്ദേശം തന്നെയാണ് ന്യൂഡൽഹി സൈന്യത്തിന് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സമാധാന കാലത്തെ ഏറ്റവും ശക്തമായ മിസൈൽ ആക്രമണം എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നില്ല. 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷം പൊതുവെ അന്തരീക്ഷം യുദ്ധത്തിലേക്ക് ഒരിക്കലും നീങ്ങിയിരുന്നില്ല. അതിനിടയിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്തുകയും BJP സർക്കാരുകൾ അധികാരത്തിലിരുന്ന കാലത്തൊക്കെ അതിന് തിരിച്ചടി നൽകുകയും ഒക്കെ ചെയ്തത് ഒഴിച്ചാൽ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരു രാജ്യം നടത്തുന്ന ഏറ്റവും വലിയ മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിരിക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. മുസഫറാബാദ് ഉൾപ്പെടെ POJKയുടെ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഭാരതത്തിന്റെ മിസൈലുകൾ വർഷിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു കാണേണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിന്റെ സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. വലിയ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ
എന്ന പേരിൽ ഭാരതം നടത്തിയിരിക്കുന്നു. ഇത് 3 സേനകളും സംയുക്തമായി നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി AP സിംഗും അതുപോലെ തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ അവർ 3 പേരും ചേർന്നുകൊണ്ടുള്ള ദിനേശ് ത്രിപാഠിയും ചേർന്നുകൊണ്ട് നിരവധി യോഗങ്ങൾ ഇതിനകം തന്നെ നടന്നിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ 3 സേനാ മേധാവികളും ഒപ്പം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും പ്രധാനമന്ത്രിയെ അടിക്കടി കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കാലം, അതായത് പഹൽഗാമിൽ 22-ാം തീയതി നടന്ന ഭീകരാക്രമണത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടന്നിരുന്നു. ഇന്നലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ 7 ലോ കല്യാൺ മാർഗിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അതിർത്തിയിലെ സാഹചര്യങ്ങൾ ധരിപ്പിക്കുകയും ഒപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഏത് ദിശയിലാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമന്ത്രി ഇന്നലത്തെ രാത്രി ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം 7 ലോ കല്യാൺ മാർഗിൽ തുടർച്ചയായി ഈ സാഹചര്യങ്ങളെ മോണിറ്റർ ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഉറങ്ങാതിരുന്ന് കൃത്യമായി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 2019 ബാലാകോട്ടിൽ ഭാരതത്തിന്റെ 4 വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുന്ന ഘട്ടത്തിലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉറക്കമുളച്ച് ആ ഓപ്പറേഷനുകൾക്ക് കാതോർത്തു എന്ന് നമ്മൾ അന്ന് കണ്ടതാണ്. എന്തായാലും ഇന്നലത്തെ രാത്രിയും അദ്ദേഹം ഉറങ്ങിയിരുന്നു. അദ്ദേഹം 7 ലോ കല്യാൺ മാർഗിൽ ഇരുന്നു കൊണ്ട് തുടർച്ചയായി ഭാരതത്തിന്റെ സൈനിക നീക്കങ്ങൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു, അത് അറിയുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വിനോദ്, തീർച്ചയായും വലിയ നിലയിലുള്ള സൈനിക ഓപ്പറേഷൻ തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതുമാണ്. കൃത്യമായി പാകിസ്ഥാൻ്റെ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഓപ്പറേഷനാണ് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൃത്യമായി ഗൗതം, ഇത് കൃത്യമായി ഭാരത സൈന്യം സ്ഥിരീകരിക്കുകയാണ്. നീതി നടപ്പാക്കി എന്ന് ഭാരതത്തിൻ്റെ കരസേന അത് കൃത്യമായി ഔദ്യോഗികമായി അവർ ട്വീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഇക്കാര്യത്തിൽ ഭാരത് മാതാ കി ജയ് എന്നുള്ള ട്വീറ്റ് ചെയ്യുന്നു. അപ്പോൾ കൃത്യമായി നീതി നടപ്പാക്കി എന്നുള്ള ആ ഒരൊറ്റ വരിയിലൂടെ കൃത്യമായി പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി, അല്ലെങ്കിൽ നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ആ കുടുംബത്തിന്, ആ ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് അവർക്ക് ആശ്വാസമെന്നോണം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നീതി നടപ്പാക്കുന്ന വിധത്തിലാണ് കൃത്യമായി ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഈ സൈനിക മുന്നേറ്റം. അപ്പോൾ നീതി നടപ്പാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ട് ഗൗതം ഒരു കാര്യം കൂടി, കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം. സാധാരണ ജനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല, പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് സൈന്യത്തിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രകോപനം ഉണ്ടായില്ല എങ്കിൽ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ അതിന് താൽക്കാലികമായി ഒരു വിരാമം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടർച്ച ഇനിയും ഭാരതത്തിൻ്റെ സൈനിക മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഗൗതം? കൃത്യമായി പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ കൃത്യമായ പ്രത്യാക്രമണം, കൃത്യമായ തിരിച്ചടി ഈ ഘട്ടത്തിൽ ഭാരത കരസേനയ്ക്ക് നൽകാൻ കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലാണ് പാക് അധിനിവേശ കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഭാരതം ഷെല്ലാക്രമണം നടത്തിയത്. കൃത്യമായ ആക്രമണം, സൈനിക മുന്നേറ്റം ഒക്കെ കരസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലായിരുന്നു. വളരെ മുന്നൊരുക്കത്തോടെ, വളരെ തയ്യാറെടുപ്പോടെയുള്ള ഈ ഒരു സൈനിക മുന്നേറ്റം, ഇതിന് കൃത്യമായി സൈന്യം ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. നീതി നടപ്പാക്കിയെന്ന് അവർ ട്വീറ്റ് ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. അതുമാത്രമല്ല, വ്യോമ നാവിക മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ചെറുത്തുനിൽപ്പ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തെ കൃത്യമായി ചെറുക്കാൻ, അതിനെ തടയാൻ നമ്മുടെ സൈനിക വിന്യാസങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് വ്യോമ മേഖലയിൽ കടന്നു കയറാനുള്ള പാകിസ്ഥാൻ്റെ നീക്കത്തെ കൃത്യമായി ചെറുക്കാൻ നമ്മളുടെ സൈനിക വിമാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യവും ഈ ഘട്ടത്തിൽ ഗൗതം പ്രേക്ഷകർക്കായി വെക്കുന്നുണ്ട്. കൃത്യമായി വ്യോമ അതിർത്തി ലംഘിക്കാനുള്ള നീക്കം, പാകിസ്ഥാൻ്റെ നീക്കത്തെ ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഗൗതം കേൾക്കാമെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്
ഒരു താൽക്കാലിക വിരാമം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? കാരണം പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. അവർ ഈ വെടിനിർത്തൽ കരാർ എല്ലാം ലംഘിച്ചുകൊണ്ട് രജൗരി അടക്കമുള്ള മേഖലകളിൽ അവർ പ്രകോപനം തുടരുന്നു. അതുമാത്രമല്ല, വേണ്ടി വന്നാൽ സൈനിക മുന്നേറ്റം നടത്താനുള്ള ആലോചന ഇന്ന് രാവിലെ അവർ കൈക്കൊള്ളാൻ പോകുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഈ പറഞ്ഞ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയുമോ? വലിയ സൈനിക മുന്നേറ്റം ഭാരതം നടത്താൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഭാരത സൈന്യം നടത്തിയ ഈ സൈനിക മുന്നേറ്റം. അപ്പോൾ ശക്തമായി ഇതിൻ്റെ പിന്നാലെ ഒരു തിരിച്ചടി കൂടി ഭാരതം നടത്തും എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ ഗൗതം? വിനോദ്, അത് പാകിസ്ഥാൻ ഇനിയും പ്രതികരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും ഭാരതത്തിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്നതാണ്. കാരണം ഇപ്പോൾ പഹൽഗാമിന് തിരിച്ചടി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ അതിന് കനത്ത മറുപടി ഈ ഭാരത സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനാൽ ഇനിയുള്ള റിയാക്ഷനുകൾ തീർച്ചയായും പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഭാരതത്തിൻ്റെ അടുത്ത ചുവടുവെപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, ഇന്ന് രാവിലെ 10 മണിക്ക് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അതായത് കൃത്യമായി തന്നെ എന്താണ് ഇന്ന് നടന്നിരിക്കുന്ന ഈ ഒരു പ്രത്യാക്രമണത്തിന്റെ ശൈലി എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ് എന്ന് സൈന്യം ഔദ്യോഗികമായി തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകാൻ പോകുന്നു. അതിൽ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവിടെ എത്ര ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും. അതിനാൽ രാവിലെ 10 മണിക്കാണ് ഇന്നിപ്പോൾ കരസേനയുടെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നാശനഷ്ടം എത്രത്തോളമാണ് എന്ന കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ സൈന്യം ഈ വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾക്ക് നൽകും എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ നാശനഷ്ടം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഉൾപ്പെടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ മറ്റ് നേതാക്കൾ നടത്തുന്ന പ്രതികരണമാണെങ്കിലും കനത്ത നഷ്ടം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം എന്നത് അത് അവരുടെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന അവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകളിലേക്കോ അല്ല ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം, മറിച്ച് ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിലേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ POJKയിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 9 സ്ഥലങ്ങൾ കൃത്യമായി തന്നെ സ്കെച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനാൽ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ എന്തിന് പ്രകോപിതരാകണമെന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഭാരതം ഇനിയും ഉന്നയിക്കാൻ പോകുന്നത്. നേരത്തെ സർജിക്കൽ സ്ട്രൈക്കിന്റെയും എയർ സ്ട്രൈക്കിന്റെയും കാലത്ത് 2016 സെപ്റ്റംബർ 29 പുലർച്ചെ ഭാരതം പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ തന്നെയാണ് സമാനമായ രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അന്നും ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഭാരതത്തിന്റെ കമാൻഡോകൾ കടന്നുപോയി. ഏതാണ്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നിയന്ത്രണ രേഖ കടന്ന് 1 കിലോമീറ്റർ കടന്നാണ് POJKയിലേക്ക് എത്തി ഈ സൈനിക ക്യാമ്പുകളിൽ അന്ന് ഭാരതത്തിന്റെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പിന്നീട് 2019 പുൽവാമയ്ക്കുള്ള പകരമുള്ള തിരിച്ചടി നമുക്കറിയാം. പാകിസ്ഥാനിലെ 5 പ്രവിശ്യകളിൽ ഒന്നായ ഖൈബർ പക്തൂണിലെ ജിഹാദി സ്കൂൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം നിലനിൽക്കുന്ന ബാലാകോട്ടിലാണ് അന്ന് മിറാഷ് പോർവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത്. അപ്പോൾ ഈ 2 സ്ട്രൈക്കുകളും നമുക്ക് ഓർമ്മയുള്ളതാണ്. എന്നാൽ ഇത് കുറച്ചുകൂടി കടുത്തതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 9 സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് മിസൈലുകൾ വർഷിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് ഭാരത സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ്. അതിനോട് പാകിസ്ഥാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് സ്വാഭാവികമായും വളരെ നിർണായകമാകും. പാകിസ്ഥാൻ ഒരുപക്ഷെ വലിയ പ്രകോപനം നാളത്തെ പകലോ രാത്രിയോ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകും. ഒരുപക്ഷെ പാകിസ്ഥാൻ ഇവിടെ വെച്ച് ഈ പ്രശ്നം നിർത്തുവാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതോടുകൂടി താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരമാകാം. അതല്ല ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ ഇന്ത്യൻ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഒരു ബോംബിങ്ങിനോ മിസൈൽ ആക്രമണത്തിനോ പാകിസ്ഥാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുകയും അതിൻ്റെതായ രീതിയിലുള്ള മറുപടി ഭാരതം നൽകുകയും ചെയ്യും. ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയതാണ്. അടുത്ത കാലത്ത് ഈ പാകിസ്ഥാനോട് അതിർത്തി പങ്കെടുത്ത സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള സൈനിക വിന്യാസം തന്നെ അത്തരമൊരു സാഹചര്യത്തെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അത് നിയന്ത്രണ
നിയന്ത്രണ രേഖ കടന്നു പോകുന്ന കശ്മീർ മാത്രമല്ല, രാജ്യാന്തര അതിർത്തി കടന്നു പോകുന്ന ജമ്മുവിലാണെങ്കിലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെല്ലാം വലിയ സൈനിക മൂവ്മെന്റുകൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടക്കുന്നു എന്നത് നമ്മൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന് കനത്ത മറുപടി നൽകുക എന്നത് തന്നെയാണ് ഭാരത സൈന്യത്തിന്റെ ലക്ഷ്യം. അതിനാൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുവെന്നത് തന്നെയാണ് കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുന്നത്. അവർക്ക് ശക്തമായ തിരിച്ചടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ആൾനാശം എത്രയാണ് എന്നതാണ് ഇനിയും അറിയേണ്ടത്. ഒരുപക്ഷെ 100 കണക്കിന് ഭീകരവാദികൾ ഈ ഒരു ഭാരതത്തിൻ്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. 9 സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് POJKയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള മുസഫറാബാദിൽ ഉൾപ്പെടെയാണ് ഈ ഭാരതത്തിൻ്റെ മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഭീകര ക്യാമ്പുകളും നിരവധി ഈ ഇസ്ലാമിക് ജിഹാദി സ്കൂളുകളുമുണ്ട്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. അതിനാൽ വലിയ നാശനഷ്ടം, ഈ ഭീകരവാദികൾക്ക് ഇടയിൽ വലിയ നഷ്ടം അവിടെ ഈ ഭാരതത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ്, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയ മുന്നേറ്റം നടത്താൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലോക രാഷ്ട്രങ്ങൾക്ക് തന്നെ ഇത് ബോധ്യമാകുന്ന കാര്യവും തന്നെയാണ്. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ, കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ, നേരത്തെ സൈന്യം പറഞ്ഞതാണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താം, ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്താം എന്ന് കൃത്യമായി ഭാരത സൈന്യം അക്കാര്യം പറഞ്ഞതുമാണ്. അപ്പോൾ ഇനിയും ഈ സിന്ദൂര പുലരിയിൽ, ഈ പുലർവേള ഇനി ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ, സൈനികം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയ സൈനിക മുന്നേറ്റത്തിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി നമുക്ക് നൽകാൻ കഴിയും. അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുക? കാരണം പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾ ഇപ്പോഴും അതിർത്തി മേഖലയിൽ തുടരുന്നു, അതിനെ ഭാരതം ചെറുക്കുന്നുമുണ്ട്. അപ്പോൾ കൃത്യമായി ഭാരതം നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അക്രമമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഭാരത സൈന്യം നൽകുമെന്ന് അവർ തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയും എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് ഗൗതം? വിനോദ, ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ ഒരു വാർത്താ സമ്മേളനം, പാകിസ്ഥാനിലെ ഔദ്യോഗികമായ അവരുടെ സൈനികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത് 24 ആക്രമണങ്ങൾ ഉണ്ടായി എന്നതാണ്. അതായത് മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിവിധ വെപ്പണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം 24 ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. 6 ലൊക്കാലിറ്റീസ് എന്നാണ് പറയുന്നത്. ഭാരതം 9 സ്ഥലങ്ങളിൽ തിരിച്ചടിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അവരുടെ 6 സ്ഥലങ്ങളിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു, 35 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് പാകിസ്ഥാൻ്റെതായ നിലപാടാണിത്. പാകിസ്ഥാൻ രാവിലെ 4 മണിക്ക് അവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ 8 എന്ന് പറയുന്നത് തീർച്ചയായും ഒരു കണക്ക് ചെറുതാക്കി കാണിക്കുകയാണ്. കാരണം ഇത് ബാലാക്കോട്ടിൻ്റെ സമയത്തും അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സമയത്തും ഒക്കെ പാകിസ്ഥാൻ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഇത്തരം ന്യായീകരണങ്ങൾ നടത്തിയിരുന്നു. അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല, അവിടെ മരങ്ങൾ മാത്രമേ തകർന്നുള്ളൂ, അല്ലെങ്കിൽ ആക്രമണം നടത്തിയായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെയുള്ള വാദഗതികൾ തുടർച്ചയായി നടത്തും. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരിക്കലും അവരുടെ സമൂഹത്തിന് മുന്നിൽ വലിയ തിരിച്ചടി ഏറ്റു എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. കാരണം വലിയൊരു ഓറ പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ പട്ടാളം മുന്നോട്ട് പോകുന്നത്. അതിനാൽ ഈ 8 എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കണക്കാണ്. ഒരുപക്ഷെ നമ്മുടെ സൈന്യം രാവിലെ 10 മണിക്ക് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ അവിടെ എത്ര ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ വരും. മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിൻ്റേത് യുദ്ധസമാനമായ രീതിയിലുള്ള മിസൈൽ ആക്രമണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ 8 ഒന്നുമല്ല, അതിലൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു നമ്പർ അവിടെ മരിച്ചിട്ടുണ്ട്, ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമാണ്. പക്ഷേ പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത് അവരുടെ 8 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. അത് ടെററിസ്റ്റുകൾ എന്നവർ പറയുന്നില്ല, കാരണം പാകിസ്ഥാൻ അത് അംഗീകരിക്കത്തില്ല ഒരിക്കലും. അവരുടെ 8 ആളുകൾ മരിച്ചു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയുക. 35 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം തീർച്ചയായും 100-ന് മുകളിലാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. അത് രാവിലെ സൈന്യം ഡൽഹിയിൽ നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് തന്നെ എത്ര ആളുകൾ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച്, എത്ര ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഒരുപക്ഷെ സൈന്യത്തിന് എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ ഈ ആക്രമണം അംഗീകരിക്കുന്നുണ്ട്. ബാലാക്കോട്ടിലും മറ്റും നടത്തിയ എയർ സ്ട്രൈക്ക് പാകിസ്ഥാൻ അന്ന് അംഗീകരിച്ചിരുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന വാദമായിരുന്നു അന്ന് പാകിസ്ഥാൻ നടത്തിയതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്നും പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള വാദഗതികൾ പാകിസ്ഥാൻ സൈന്യം മുന്നോട്ട് വെക്കുന്നു. അതിനാൽ തിരിച്ചടി നൽകും എന്ന രീതിയിലുള്ള പാകിസ്ഥാന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കുക തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം ഇനിയും ശ്രമിക്കുക. അതിനാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.